നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നമ്മുടെ കേരളത്തിൽ പല പാർട്ടി ഉന്നതരുടെയും തണലിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അപ്പോഴും ഇതിനെയൊക്കെ തന്നെ ന്യായീകരിക്കാനാണ് ഒരു സംഘം ഇറങ്ങുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് അവരുടെ അധ്വാനിച്ചതിന്റെ പണമാണ് അവർ ഇത്തരത്തിൽ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. എന്നാൽ തിരിച്ചത് ചോദിച്ചു ചെല്ലുമ്പോൾ അതൊന്നും അവിടെ ഇല്ല. ആ പണമൊക്കെ പലരും തട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഏതായാലും ED അവിടെ കുരുക്ക് മുറുക്കിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇപ്പോൾ കേരളത്തെ നടുക്കിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന K രാധാകൃഷ്ണൻ MP ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. ഇതിനിടെ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറി വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാറിനാണ് പകരം ചുമതല നൽകുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാനിരിക്കെയാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. കരുവന്നൂർ കേസിൽ ഈ മാസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാൻ ഡൽഹി ഹെഡ് ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് CPM നേതാവും MP-യുമായ K രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാനുള്ള തിരക്കിട്ട നീക്കം ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെയെല്ലാം ED ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ K രാധാകൃഷ്ണനെ മാത്രമായിരുന്നു ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്. കൊച്ചി ED ഓഫീസിൽ 4 അന്വേഷണ യൂണിറ്റുകളാണുള്ളത്. ഇതിൽ യൂണിറ്റ് 2-ൽ നിന്ന് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ കേസുകളുള്ള യൂണിറ്റ് 1-ലേക്കാണ് രാധാകൃഷ്ണനെ മാറ്റിയത്. കരുവന്നൂരിന് പുറമെ ഹൈറിച്ച് തട്ടിപ്പ് കേസ്, പാലിയേക്കര ടോൾ കമ്പനിയുടെ പേരിലുള്ള കേസ്, സപ്ലൈകോ ഉദ്യോഗസ്ഥൻ കോടികൾ തട്ടിച്ച കേസ്, പാതിവില തട്ടിപ്പിലെ അന്വേഷണം എന്നിവയെല്ലാം യൂണിറ്റ് 2 ആണ് അന്വേഷിക്കുന്നത്. ഇതിൽ ഹൈറിച്ചിലും പാലിയേക്കര കേസിലും ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുണ്ട്. സപ്ലൈകോ കേസിൽ 8 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. പാതിവില തട്ടിപ്പിന്റെ അന്വേഷണം തുടങ്ങിയിട്ടേയുള്ളൂ. കരുവന്നൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നതിന് നടപടിക്രമം 95% പൂർത്തിയായെന്നാണ് സൂചന. എന്നാൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നതോടെ കേസ് സംബന്ധിച്ച് പഠിക്കാൻ തന്നെ സമയമെടുക്കും. ഇത് കുറ്റപത്രം നൽകുന്നത് നീണ്ടുപോകാൻ ഇടയാക്കിയേക്കുമെന്നാണ് അറിയുന്നത്. അതിനിടെ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിനായി K രാധാകൃഷ്ണൻ MP ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്, അതിനാൽ EDയോട് സാവകാശം തേടുമെന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ് പ്രായാധികം മൂലം മരണപ്പെട്ടത്. അത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചില ചടങ്ങുകളുണ്ട്, അതുകൊണ്ടാണ് EDക്ക് മുന്നിൽ ഹാജരാകാൻ സാധിക്കാത്തത് എന്നും EDയുടെ സമയം വീണ്ടും ചോദിക്കുമെന്നാണ് ഇപ്പോൾ K രാധാകൃഷ്ണൻ MP അറിയിച്ചിരിക്കുന്നത്. ഭൂസ്വത്ത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം ഹാജരാക്കാനായിരുന്നു EDയുടെ നിർദ്ദേശം. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടക്കുന്ന സമയത്ത് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന K രാധാകൃഷ്ണൻ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED ഓഫീസിൽ നിന്ന് സമൻസ് നൽകിയിരുന്നെങ്കിലും അന്ന് K രാധാകൃഷ്ണൻ എത്തിയിരുന്നില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ ഹാജരാകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം EDക്ക് കത്ത് നൽകിയിരുന്നു. ED അന്വേഷണത്തിൽ ഭയമില്ലെന്നും K രാധാകൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള BJPയുടെ നീക്കമാണെന്നും K രാധാകൃഷ്ണൻ വിമർശിച്ചിരുന്നു. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിൽ ഏത് കേസെന്നില്ല, വ്യക്തിപരമായ സ്വത്തിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. കരുവന്നൂരിൽ തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ED കണ്ടെത്തിയിരുന്നു. ഈ കാലയളവിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രാധാകൃഷ്ണൻ. കൃത്യമായ രേഖകളില്ലാതെ ബിനാമി വായ്പകൾ നൽകി സഹകരണ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്നാണ് കേസ്. കേസിൽ ഇതുവരെ 128 കോടി 72 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. പോലീസ് രജിസ്റ്റർ ചെയ്ത 16 കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ED നടപടിയെടുത്തത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഹാജരാകണമെന്ന് രേഖാമൂലം അറിയിച്ചതായും K രാധാകൃഷ്ണൻ MP പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും സമൻസ് അയച്ചിരുന്നത്. അതേസമയം കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലൂടെ ലഭിച്ച പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നാണ് ED അടക്കം മുൻപ് പറഞ്ഞിട്ടുള്ളത്. K രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് EDയുടെ നിലപാട്. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് EDയുടെ നീക്കം. ഏതായാലും
ഏതായാലും ഇ ഡി കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആരൊക്കെ എത്ര ഉന്നതരാണെങ്കിലും ഈ ഒരു തലപ്പത്തുണ്ടോ അവരെയൊക്കെ തന്നെ പിടിമുറുക്കാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം. 2021 ജൂലൈ 21 ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കേസെടുക്കുന്നത്. പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടിരുന്നു. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു. 300 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം. വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു. 210 കോടിയുടെ ക്രമക്കേട് ഉണ്ടായെന്ന് കണ്ടെത്തി. 2011-12 മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. വ്യാജരേഖകൾ ചമച്ചും മൂല്യമുയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത്. CPM മുൻ പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷാണ് പരാതി നൽകിയത്. പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല. സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ്, ED, CBI എന്നിവർക്ക് പരാതി നൽകി. ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു. ഇതോടെ പ്രതിപ്പട്ടികയിൽ 18 പേരായി. സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ 125.84 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തി. 5 പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിട്ടുണ്ട്. പിന്നാലെ സഹകരണ വകുപ്പ് 125.84 ലക്ഷം ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു. ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു. നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധികയും മരിച്ചിരുന്നു. ഒടുവിലായി ബാങ്കിൽ 150 കോടിയുടെ ക്രമക്കേട് നടന്നെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ED കണ്ടെത്തിയിരുന്നു. കരുവന്നൂർ ബാങ്ക് വ്യാജ വായ്പാ കേസിൽ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകാൻ PMLA പ്രത്യേക കോടതിയും നടപടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിനെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറിയിപ്പിൽ നിലപാട് അറിയിക്കാനാണ് കോടതി ബാങ്ക് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ED കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്തുവകകൾ ബാങ്കിന് കൈമാറിയാൽ അത് ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരികെ നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി സത്യവാങ്മൂലമായി കോടതിയിൽ ബോധിപ്പിക്കണം. CPM നേതാക്കളും പാർട്ടിയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ അവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ സ്വത്തും ലേലം ചെയ്തു. പണം നിക്ഷേപകർക്ക് കൈമാറേണ്ട സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നതാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയുടെ തലവേദന. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ സുരേഷ് ഗോപി അടക്കം കരുവന്നൂർ ബാങ്ക് സഹകരണ തട്ടിപ്പിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അടക്കം നിക്ഷേപകർക്ക് തുക കിട്ടുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ED വീണ്ടും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും അവരെ എല്ലാം തന്നെ പിടിമുറുക്കാനുള്ള ലക്ഷ്യം തന്നെയാണ് EDക്ക് മുന്നിലുള്ളത്.